ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ സർക്കാർ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. 2 ദിവസം അവധി വേണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് സർക്കാർ അവധി നൽകാൻ നിർബന്ധിതരായത്. അതേസമയം ബക്രീദിനുള്ള പൊതു അവധി ശനിയാഴ്ചയായിരിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം സർക്കാരിനുണ്ടായിരുന്നോ എന്ന സംശയമുണ്ട്. ആദ്യം പൊതു അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റുന്നു. നാളെ പ്രവൃത്തി ദിവസമായിരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് വരുന്നു, അല്ലെങ്കിൽ ഉത്തരവിറങ്ങുന്നു. അതിന് പിന്നാലെ വിവിധ സംഘടനകൾ അവധി നൽകാതിരുന്ന നടപടിയെ വിമർശിച്ച് രംഗത്തെത്തുന്നു. രാത്രി വൈകി അവധി പ്രഖ്യാപിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ്. പക്ഷേ അപ്പോഴും ഓഫീസുകളും മറ്റുമൊക്കെ നാളെ പ്രവർത്തിക്കും. അത് ശനിയാഴ്ച തന്നെ ആയിരിക്കും അവരുടെ അവധി. ഇക്കാര്യത്തിൽ എന്താണ് ഇത്തരം ഒരു ആശയക്കുഴപ്പത്തിന് കാരണമായത്? ഇതിനൊരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സാധാരണ ഇത്തരത്തിൽ ബലിപ്പെരുന്നാളുകൾ ചിലപ്പോൾ ഒരു ദിവസം മാറിയെല്ലാം വരാറുണ്ട്. ഇത്തരത്തിൽ മതപണ്ഡിതരാണ് അക്കാര്യങ്ങൾ അറിയിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ചയല്ല ശനിയാഴ്ചയായിരിക്കും ബലിപ്പെരുന്നാൾ എന്നുള്ള കാര്യം നേരത്തെ തന്നെ മതപണ്ഡിതർ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രി ഡൽഹിയിലെല്ലാം പോയി തിരികെ എത്തി. ഇന്നെത്തിയ ശേഷം ഇന്നാണ് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുക എന്ന് നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് സർവീസ് സംഘടനകൾ അടക്കമുള്ളവർ, പ്രതിപക്ഷ സർവീസ് സംഘടനകളും തങ്ങൾക്ക് അവധി 2 ദിവസമായി നൽകണം, അതായത് വെള്ളി ശനി ദിവസങ്ങളിൽ അവധി നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇന്നെത്തിയ ശേഷം ഇന്ന് തീരുമാനമെടുത്തത് ഇന്നത്തെ അവധി, നാളത്തെ അവധി, അതായത് വെള്ളിയാഴ്ചയാണ് കലണ്ടർ അവധി വരുന്നത്, ആ അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഉത്തരവാണ് വന്നത്. പക്ഷേ അപ്പോഴും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ശനി ഞായർ അവധി ദിവസമാണ്. ഈ ബക്രീദിൻ്റെ അവധി വിദ്യാർത്ഥികൾക്ക് ബലത്തിൽ ലഭിക്കാത്തൊരു സാഹചര്യം വരും. ഈ സാഹചര്യങ്ങൾ പല രീതിയിൽ വിമർശനങ്ങളുമായി ഉയർന്നു. സർവീസ് സംഘടനകൾ കൂടാതെ അധ്യാപക സംഘടനകൾ അവധി ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്തു. വിദ്യാർത്ഥികളടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിലെല്ലാം ചില വിമർശനങ്ങളും ഉന്നയിച്ചു. എന്തായാലും വിദ്യാർത്ഥികൾക്ക് സന്തോഷിക്കാവുന്ന തീരുമാനം 8 മണിയോടുകൂടി വന്നു. സാധാരണ വലിയ മഴയോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമോ എല്ലാം മുന്നിൽ കാണുമ്പോഴാണ് രാത്രി വൈകി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാറ്. എന്തായാലും രാത്രി 8 മണിയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് വന്നു. ആദ്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അറിയിപ്പ് വന്നത്. സംസ്ഥാനത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയ്ക്ക് അവധിയായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. രണ്ടാമത് മന്ത്രി ശിവൻകുട്ടിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് വന്നു. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകൾക്കും അവധിയായിരിക്കുമെന്ന്. അതിന് പിന്നാലെയാണ് 8 മണിയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് വരുന്നത്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എന്നുള്ള അറിയിപ്പ് വന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാലതാമസം ഉണ്ടായി. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ മറ്റ് ജില്ലകളിലെല്ലാം ജോലി ചെയ്യുന്ന അധ്യാപകർ അടക്കമുള്ളവർക്ക് നാട്ടിലേക്ക് വരുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ പോലും നാളെ അവർക്ക് അവധി ലഭിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. മറ്റുള്ളവർക്ക് അവധിയില്ല. അവർക്ക് മറ്റെല്ലാ സർക്കാർ സ്ഥാപനങ്ങളും നാളെ വർക്കിംഗ് ആയിരിക്കും. വിജയകുമാർ. യെസ്, ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. സർക്കാർ അവധി നൽകാൻ നിർബന്ധിതരായ ഒരു സാഹചര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ബക്രീദിനുള്ള പൊതു അവധി അത് ശനിയാഴ്ച തന്നെയായിരിക്കും. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.